നമസ്കാരം. കേരളത്തിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർ മൺമറഞ്ഞുപോയി, പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കോൺഗ്രസിലും BJPയിലും മുസ്ലിം ലീഗിലും CPMയിലും CPIയിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലുമെല്ലാം നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ കുടുംബവും മക്കളും ഭാര്യയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ അത്ര ഗതികെട്ടവരായിരുന്നില്ല അവരാരും. എന്ത് തെളിവുകൾ സഹിതം എന്ത് കൊള്ളരുതായ്മകൾ പുറത്തു വന്നാലും എന്ത് അഴിമതികൾ പുറത്തു വന്നാലും അതിനെയെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടൽ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാത്ത വിവരവും വെള്ളിയാഴ്ചയുമില്ലാത്ത അന്തം കമ്മികൾ പോലും മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പും. നമുക്ക് പരിശോധിക്കാനുള്ളത് പിണറായി വിജയൻ്റെ കുടുംബത്തെയും അയാളുടെ മക്കളെയും കുറിച്ചാണ്. പിണറായി വിജയനെ കുറിച്ച് നമുക്കറിയാം എത്രമാത്രം അയാളുടെ ഒരു സ്വഭാവവും അയാളുടെ ഒരു രീതിയും പ്രവർത്തനവും എല്ലാം നമുക്കറിയാവുന്നതാണ്. എങ്ങനെയൊക്കെ വെള്ളയടിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും വിജയൻ തന്നെയാണ്. അത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പിണറായി വിജയൻ്റെ മകൾ വീണയെപ്പോലെ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ സന്തതി നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ചരിത്രത്തിലുണ്ടോ? കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 1 വർഷത്തോളം ബാംഗ്ലൂർ പാരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നത്. അതാണ് നമുക്കറിയാവുന്ന ഏറ്റവും വലിയൊരു കുറ്റകൃത്യമായിട്ടുള്ളത്. മറ്റ് നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ മക്കളുണ്ട്. അവർക്കെതിരെയൊക്കെ ചെറിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ പിണറായി വിജയന്റെ മകൾ ചെയ്തതുപോലെയുള്ള കുറ്റകൃത്യത്തിന്റെ 100% തീവ്രത കുറഞ്ഞ കുറ്റകൃത്യം പോലും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. അയാളുടെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് അയാൾ അതിനെയൊക്കെ തടയിട്ട് നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി. അയാൾക്ക് ഭരണം പോയി. അയാൾക്ക് കീറക്കടലാസിന്റെ വില പോലും ഇല്ലാതായി. ED ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധനയ്ക്കെത്തി. അവരെ ആക്രമിച്ചു വധിക്കാൻ ശ്രമിച്ചു. അത് സംബന്ധമായിട്ടുള്ള കേസുകളൊക്കെ നിലവിലുണ്ട്. അപ്പോഴാണ് EDയുടെ പത്രസമ്മേളനം വരുന്നത്. ആ പത്രസമ്മേളനത്തിൽ ED വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കേരളത്തിലെ ജനങ്ങളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ വിജയനെ കാണുമ്പോൾ മുണ്ടിന്റെ മടക്കിക്കുത്ത് അഴിച്ചിട്ടിട്ട് ഇങ്കുല ചിന്താവ പിണറായി വിജയൻ ചിന്താവ എന്ന് പറയുന്ന വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മനുഷ്യന്റെ രൂപം മാത്രമുള്ള മരക്കഴുതകളും മരമണ്ടന്മാരും തൊലിക്കട്ടിയിൽ കാണ്ടാമൃഗത്തെ പോലും തോൽപ്പിക്കുന്നവരുമായ ഈ വിവരദോഷികളായ ഈ സമൂഹത്തിന്റെയും നാടിന്റെയും നാശമായ അന്തം കമ്മികൾ ഒരു കാര്യം മനസ്സിലാക്കണം. പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കേണ്ട കാര്യമൊന്നും കേന്ദ്ര സർക്കാരിനില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDക്കോ പരാതിക്കാരനായ ഷോൺ ജോർജിനോ ഇല്ല. അവർ ചെയ്ത കാര്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. ഇതൊരു PR വർക്കിന്റെ ഭാഗമല്ലെന്ന് മനസ്സിലാക്കാനുള്ള അല്പമെങ്കിലും വിവരം, മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അല്പമെങ്കിലും ചിന്താശേഷി, ഇങ്കുല ചിന്താവ പിണറായി വിജയൻ ചിന്താവ എന്ന് വിളിക്കാനുള്ള ഒരു ബോധമെങ്കിലും നിന്റെയൊക്കെ തലയ്ക്കകത്തുണ്ടെങ്കിൽ നീയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കള്ളനാണ് ഇയാളുടെ കുടുംബമടക്കം കള്ളന്മാരാണ്. അതാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾ ഈ നാടിനെ ഈ കുട്ടിച്ചോറാക്കിയത് ഇയാൾ ഒറ്റയൊരുത്തനാണ്. ഒരു പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ആയിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരുത്തനാണ് ഈ പിണറായി വിജയൻ. അയാളാണ് ഈ 10 വർഷങ്ങൾ ഈ കേരളത്തിൽ ഇത്രയധികം കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചത്. അയാളെ വിമർശിക്കുന്ന, അയാളുടെ മക്കളെയും അയാളുടെ സർക്കാരിനെയും പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വിമർശിക്കുന്നവരെയെല്ലാം പോലീസിനെ കൊണ്ട് അയാൾ വേട്ടയടിച്ചു. കാലമൊക്കെ തിരിഞ്ഞു വന്നിരിക്കുന്നു. കാലമൊക്കെ മാറി. ജനങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇയാളെ ചവിട്ടി പുറത്താക്കിയത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് വീണ ചെയ്തത്. 20,05,00,000 രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. 85 ലക്ഷത്തോളം രൂപ ഹവാല ചാനലുകൾ വഴി വിദേശത്തേക്ക് കടത്തി. മറ്റൊരാളുടെ സിം കാർഡ് ഉപയോഗിച്ച് വൈഫൈ കോളുകൾ ചെയ്തു. അതായത് വ്യാജ സിം കാർഡ് ഉപയോഗിച്ചു. നോക്കൂ, എത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വിജയന്റെ പോലീസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പെറ്റി കേസ് ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ ആദ്യം അവന്റെ മൊബൈൽ വാങ്ങും. ആ മൊബൈലിലാണ് ഇവന്മാരൊക്കെ എല്ലാം നോക്കാനുള്ളത്. ആ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. പിന്നെ അത് ജന്മത്ത് അതിന്റെ ഉടമസ്ഥന് തിരിച്ചു കിട്ടില്ല. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുൻപ്. പിണറായി വിജയന്റെ കുടുംബത്തിനും എതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ഇതിനെ ആരോപണങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, തെളിവുകൾ, ഇത്രയധികം തിരുട്ടു കുടുംബം, ഇത്രയധികം കള്ളത്തരങ്ങളും അഴിമതികളും കാണിക്കുന്ന ഒരു കുടുംബം ഇന്നേ വരെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. 2000-ൽ SFIയുടെ നേതൃത്വത്തിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ കേരളത്തിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ, അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ മകൾ ഈ വീണ
എന്ന് പറയുന്ന ഈ സ്ത്രീ, ഇവർ കോയമ്പത്തൂരിലെ മറ്റൊരു സ്വാശ്രയ കോളേജായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ചേർന്ന് പഠിച്ചത്. അത് എങ്ങനെ പഠിച്ചു എന്നും ആരാണ് ഇവർക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തതെന്നും എങ്ങനെയാണ് ഇവർ കോയമ്പത്തൂരിൽ എത്തിയതെന്നും അവിടെ ആരായിരുന്നു ഇവരുടെ ലോക്കൽ ഗാർഡിയൻ എന്നും ഒക്കെയുള്ള കാര്യം ഈ പിണറായി വിജയന് ഈ ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുത്ത മുൻ മാധ്യമപ്രവർത്തകനും അന്തരിച്ചു പോയ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ഒളിക്യാമറകൾ പറയാത്തത് എന്നൊരു പുസ്തകത്തിൽ ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാഫിയ കിങ് ആണ് നമ്മളെ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നത് ഈ മാഫിയ കിങ് ആണ്. അയാളുടെ മകൾക്കെതിരെ എന്ത് ഉയർന്നു വന്നാലും അതെല്ലാം ആരോപണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മാത്യു കുഴൽനാടൻ MLA നിയമസഭയിൽ വെച്ച് മകളുടെ മാസപ്പടി കേസിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അന്ന് പിണറായി വിജയൻ വലിയ ഒരു നല്ലൊരു അഭിനയം അവിടെ കാഴ്ചവെച്ചു. ചാടി എണീറ്റിരുന്ന് മകളെക്കുറിച്ച് എന്തും പറഞ്ഞാൽ അങ്ങ് തളർന്നു പോകാമെന്ന് കരുതിയോ തകർക്കാമെന്ന് കരുതിയോ ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ കാണിച്ച പൊറാട്ട് നാടകം നമ്മളെല്ലാവരും കണ്ടതാണ്. മാത്യു കുഴൽനാടന് പിന്നീട് മിണ്ടാൻ കഴിഞ്ഞില്ല. ഇന്ന് മാത്യു കുഴൽനാടനും ഷോൺ ജോർജും ഒക്കെ പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി പിണറായി വിജയന്റെ മകനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. മകനെ കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലോ മറ്റോ ഈയിടെ ദർശനത്തിന് വന്നപ്പോഴാണ്. അയാളുടെ മകന്റെ മുഖം പോലും ഇപ്പോൾ ഒരു മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒന്നും സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം മകൻ വെളിച്ചത്ത് വരരുത്, മകനെ ആരും തിരിച്ചറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അയാളുടെ ഏക സഹോദരിയായ വീണയുടെ രണ്ടാം കെട്ടിന് ഈ ഇദ്ദേഹത്തിന്റെ മകൻ വന്നിട്ടില്ല, സഹോദരൻ പങ്കെടുത്തിട്ടില്ല. ഒന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അവിടെ അബുദാബിയിൽ എന്തോ മലമറിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് മകൻ. ഇവരുടെയൊക്കെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും എങ്ങനെയാണ് ഇവരൊക്കെ പഠിക്കാൻ പോയതെന്നും ഇവരുടെ ഒരു അക്കാദമിക് നിലവാരവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ തലയ്ക്ക് അല്പമെങ്കിലും വിവരമുള്ള ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അവരാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. മറ്റൊരാളുടെ വ്യാജ സിം കാർഡ് ഉപയോഗിക്കുന്നു, ഹവാല ചാനൽ വഴി പണം വിദേശത്തേക്ക് കടത്തുന്നു, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവിന്റെ മക്കളാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്? ഇവിടെ ബിനീഷ് കോടിയേരി 1 വർഷം ജയിലിൽ കിടന്നു എന്നുള്ളത് ശരി തന്നെ. ഇന്ന് അവരുടെ ബിസിനസ്സും അവരുടെ ആസ്തികളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് സമൂഹം ഇതൊക്കെ ചർച്ച ചെയ്യാത്തത്? ഈ വിജയനൊക്കെ വരുമ്പോൾ എന്തിനാണ് ഇയാളെയൊക്കെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്? നാടിനെ നശിപ്പിച്ചവരാണ്. ഇത്രയധികം ഒരു തവണ കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അയാളോട് പാർട്ടിയോട് ഒട്ടി നിൽക്കുന്ന കുറെ പേർക്ക് ഗുണമുണ്ടാകും. ബാക്കിയുള്ളവരെയൊക്കെ അടിമകളെ പോലെ അടിച്ചമർത്തി ചവിട്ടി മെതിച്ച് ഭരിക്കുമായിരുന്നു. അതാണ്. പക്ഷേ കാലം ആരെയും വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കർമ്മഫലം അനുഭവിച്ചേ തീരൂ. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയേർക്കപ്പെട്ട സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഇയാളുടെ മകളുടെ പ്രായം മാത്രമുള്ള ഒരു സ്ത്രീയെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയതിനെ കുറിച്ചൊക്കെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ആ സ്ത്രീയുടെ കഴിഞ്ഞ കുറെ കാലത്തെ ജീവിതം വളരെ പരിതാപകരമാണ്. അവരുടെ വാക്കുകൾ, ഓരോ വാക്കും യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷെ എന്തായാലും കർമ്മഫലം, സ്വപ്ന സുരേഷ് പറയാറുള്ളത് പോലെ കർമ്മ ഈസ് ബ്യൂമറാങ് എന്ന് പറയുന്നത് പോലെ കർമ്മഫലം ഇപ്പോൾ തിരിച്ചടിക്കാൻ പോവുകയാണ് പിണറായി വിജയന്റെ മകൾക്ക്. ഇനിയെങ്കിലും കേരള സമൂഹം ഈ തിരുട്ടു കുടുംബത്തെ തിരിച്ചറിയണം, പിണറായി വിജയനെയും വീണയെയും തിരിച്ചറിയണം. എന്തായാലും വീണയുടെ പോക്ക് ഇനി ജയിലിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഇപ്പോൾ ഇത്രയധികം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തെളിവുകളടക്കം പുറത്തു വന്നിട്ടും ഇപ്പോൾ ED ഇത്തരത്തിലൊരു ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങളൊക്കെ പുറത്തു വിടുമ്പോൾ ഇവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ തോത് എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. എന്തായാലും വീണയുടെ പോക്ക് ജയിലിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു.